So we come to the important section of the essay, that is the persistence of English. English literature ഒന്ന് ഷോർട്ടാക്കി വിളിക്കുന്നതാണ് English. And English നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു രീതിയാണ് how literary texts are being taught in every classroom. And Donimore and Sinfield are of opinion that it's high time that we change this approach towards teaching literary text. And he also argued that Catherine Belsey is too much used to this technique of teaching literary text, and that's why she is finding fault with their method of cultural materialism. JD and AS believes that Catherine Belsey's difficulty is due to her lingering attachment to English and its practices. Catherine Belsey asserts that English departments attend to the formal properties of the text, their modes of address of readers, and the conditions in which they are intelligible. Catherine Belsey പറയുന്നത് ഒരു ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് വരും ഒരു ടെക്സ്റ്റിന്റെ ഫോർമൽ പ്രോപ്പർട്ടി. സപ്പോസ് വി ആർ ഡീലിംഗ് വിത്ത് ആൻ എപ്പിക്, എപ്പിക്കിന്റെ സ്ട്രക്ചർ എന്താണ്, അല്ലെങ്കിൽ നോവൽ, നറേറ്റീവ് പാറ്റേൺസ് എന്താണ്, ഡ്രാമ, ക്യാരക്ടർ അനാലിസിസ്, ഡയലോഗ്സ്, ഇങ്ങനെ സ്റ്റേജ് സെറ്റിംഗ്, അതിനെ കുറിച്ച് അതിന്റെ ഫോർമൽ പ്രോപ്പർട്ടീസും അതെങ്ങനെയാണ് റീഡേഴ്സിനോട് എന്തൊക്കെ കാര്യങ്ങളാണ് കൺവേ ചെയ്യുന്നത്, അതെന്തൊക്കെ രീതികൾ പറഞ്ഞാലാണ് റീഡേഴ്സിന് അത് മനസ്സിലാക്കുന്നത്, ഇന്റലിജിബിൾ, ഇത്തരം കാര്യങ്ങളാണ് എല്ലാ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്സും ക്ലാസ് റൂമിൽ ഫോളോ ചെയ്യുന്നത്. JD and AS questions the way in which the texts are handled and their modes of address to the readers. Texts ഹാൻഡിൽ ചെയ്യുന്ന രീതിയും റീഡേഴ്സിന് വായനക്കാരന് എങ്ങനെയാണ് ഇത് അഡ്രസ് ചെയ്യുന്നതെന്ന് ഒരു ക്വസ്റ്റ്യൻ ചെയ്യും. English handles text in formalist manner and read of everything as textual properties. Formalist manner എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റിന്റെ പോയം, നമ്മൾ ന്യൂ ക്രിറ്റിസിസം പറഞ്ഞില്ലായിരുന്നോ, പോയം, അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ്, പോയം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റൈം സ്കീം, അതുപോലുള്ള കാര്യങ്ങളെല്ലാം മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ഒരു ടെക്സ്റ്റിന്റെ പ്രോപ്പർട്ടി എന്നുള്ള രീതിയിൽ മാത്രമേ ഒരു ടെക്സ്റ്റ് ബുക്കിനെ കാണുന്നുള്ളൂ. No consideration is given to the ways in which readers are addressed and how they understood that address. വായനക്കാരെ എങ്ങനെയാണ് ടെക്സ്റ്റ് അഡ്രസ് ചെയ്യുന്നത്, ഓരോ വായനക്കാരൻ എങ്ങനെയാണ് ആ കവിതയെ കാണുന്നത്, ഒരു കറുത്ത വർഗ്ഗക്കാരൻ എങ്ങനെയാണ് ഒരു വെളുത്ത വർഗ്ഗക്കാരൻ എഴുതിയ നോവലിനെ കാണുന്നത്, അല്ലെങ്കിൽ ഒരു നാടകത്തെ കാണുന്നത്, അത്തരം രീതിയിൽ ശ്രദ്ധിക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കാറില്ല. Very little attention is given to the conditions in which the text become intelligible. ഏതൊക്കെ അവസ്ഥയിലാണ്, ഇപ്പൊ ഡാഫഡിൽസ് എന്ന് പറയുന്ന പോയം, ഡാഫഡിൽസ് കാണാത്തൊരു കമ്മ്യൂണിറ്റിക്ക് എങ്ങനെയാണത് ഇന്റലിജിബിൾ ആകുന്നത്. നിങ്ങൾ ഹാർമണി ഓഫ് പ്രോസ് പഠിച്ചപ്പോഴത്തേനും അതിൽ സ്നോ ഇല്ലാത്തടത്ത് സ്നോ കണ്ടിട്ടില്ലാത്ത ആളുകളോട് സ്നോയെ കുറിച്ച് സംസാരിക്കേണ്ടി വരികയാണ്. അപ്പൊ കോൺ ഇൻ സ്നോ ഫീൽഡ്, നമ്മൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഇന്റലിജിബിലിറ്റി അതിന് വളരെ കുറവായിരിക്കും. ക്ലിയർ ആയില്ലേ? English is supremely devoted to liberal humanist approach. Liberal humanist approach എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേഫ് അപ്രോച്ച് ആണ്. ഒന്നിനെ ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, എന്നാൽ അത്യാവശ്യം വേണ്ട എല്ലാം കൊടുത്ത് പോകുന്നു. എല്ലാവരും ഒരു ഓൾ പ്ലീസിംഗ് അപ്രോച്ച് ആണ് ലിബറൽ ഹ്യൂമനിസ്റ്റ് അപ്രോച്ച്. English has been a textual practice. അതൊരു ടെക്സ്റ്റിനെ മാത്രം കേന്ദ്രീകരിച്ചു പോകുന്ന ഒരു പ്രാക്ടീസ് ആണ്. It has a marvelous pedagogic instrument. അതിനൊരു രീതിയുണ്ട്, pedagogic teaching instrument. Everyone in the class has a copy of the text and observe together its formal properties, especially themes. എല്ലാവരുടെയും കയ്യിൽ ഒരു ടെക്സ്റ്റ് ഉണ്ട്, ടെക്സ്റ്റ് ടീച്ചർ വായിച്ചു കൊടുക്കുന്നു, and everyone will listen to that and formal properties. തീംസിനെ കുറിച്ചൊന്ന് അനുസരിച്ച് ഇപ്പൊ നോവലൊക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പൊ മിൽട്ടൺ കഴിഞ്ഞ ദിവസം ഞാൻ പാരഫ്രൈസ് തന്നു, തീം പഠിക്കുന്നു, അങ്ങനെ ഒരു രീതിയിലാണ് അത് പോകുന്നത്. This approach is fundamentally idealistic rather than materialistic, as it abstracts text from the histories and social conditions in which reading and writing has occurred and may occur. ഇത് ഫണ്ടമെന്റലി ഐഡിയലിസ്റ്റിക് ആണ്. എല്ലാവരും ഒരേ അവസ്ഥയിൽ നിന്ന് വരുന്ന, എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകുന്നു എന്നുള്ള ഒരു ഐഡിയൽ സിറ്റുവേഷനിൽ നിന്നാണ് നമ്മൾ ടെക്സ്റ്റുകൾ ഇങ്ങനെ വായിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ബട്ട് ആക്ച്വലി എന്താണ്, ഈ റീഡിങ്ങും റൈറ്റിങ്ങും നടന്ന സാഹചര്യം ഒന്നും മനസ്സിലാവാത്ത ഒരു കമ്മ്യൂണിറ്റിയോടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. JD has formulated cultural materialism to counter the corresponding tendency to envisage the subversive ideas abstracted from the conditions of articulation. ഇപ്പൊ ചിലപ്പോൾ ചില ക്ലാസ്സിൽ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോഴത്തേനും ചില കുട്ടികൾ പറയുന്നത് ഞങ്ങൾക്ക് ബാധകമല്ല, ഇത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അത് എന്ത് ചെയ്യണം, അതിനൊന്ന് കറസ്പോണ്ടിങ് ടെൻഡൻസി ടു അതിനൊന്ന് കൗണ്ടർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. ഇപ്പൊ ടെമ്പസ്റ്റ് പഠിപ്പിക്കുമ്പോൾ കാലിബനെ മനസ്സിലാകുന്ന ഒരു കുട്ടിയോട് കാലിബനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവിടെ നമ്മൾ ഇരുന്നുകൊണ്ട് പ്രോസ്പെറോടെ മാസത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ശരിയാകില്ല. അതാണ് ഡിഫറെന്റ് കണ്ടീഷൻസ് ഓഫ് ആർട്ടിക്കുലേഷൻ. Scholars in English departments have inquired into the conditions of literary, theatrical and intellectual production
and consumption. Literary, theatrical, intellectual production and consumption. ഒരു ടെക്സ്റ്റിന്റെ പ്രൊഡക്ഷനെ കുറിച്ചും കൺസംഷൻ അതിന്റെ ഉപയോഗത്തെ കുറിച്ചും എല്ലാം എപ്പോഴും എന്താണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലുള്ളവർ മനസ്സിലാക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് അവർ പഠിക്കുന്നുണ്ട്. Modern commentators repudiate traditional English studies for following the practical criticism of Cambridge and FR levels. എപ്പോഴും ഈ പറയുന്ന മോഡേൺ കമന്റേറ്റേഴ്സ് എല്ലാം ഈ ട്രഡീഷണൽ ഇംഗ്ലീഷ് ടീച്ചിങ് പ്രാക്ടീസിനെ വിമർശിക്കുന്നുണ്ട്. അവരെപ്പോഴും എന്താണ് കേംബ്രിഡ്ജിന്റെ FR ലെവൽസിന്റെ ന്യൂ ക്രിറ്റിസിസത്തിന്റെ അപ്രോച്ച് ഉപയോഗിച്ച് തന്നെയാണ് ഇപ്പോഴും ബുക്കുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഇഗ്നോർസ് വൈഡർ റേഞ്ച് ഓഫ് സ്റ്റഡി ആൻഡ് കാതറിൻ ബെൽസി ഹാങ്കേഴ്സ് ഫോർ സച്ച് എ പ്രാക്ടീസ്. ഒരു വൈഡർ റേഞ്ച്, ഒരു പോസിബിലിറ്റീസ് ഉണ്ട് ഒത്തിരി. ആ സ്റ്റഡിയെ കുറിച്ചൊന്നും ഇവർ പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല. Catherine Belsey asserts the need to extend the range of text we are willing to discuss to put on the syllabus. അപ്പോൾ കാതറിൻ ബെൽസി സിലബസിൽ പുതിയ പുസ്തകങ്ങൾ ആഡ് ചെയ്യണമെന്നുള്ള കാര്യത്തെ കുറിച്ചെല്ലാം അസേർട്ട് ചെയ്ത് പറയുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദ ഗോൾ. സിലബസിലേക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ ആഡ് ചെയ്യുക എന്നുള്ളതല്ല ഗോൾ. ദർ ഈസ് ഗുഡ് ഡീൽ മോർ ടു ഡു. അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. Cultural materialism requires knowledge and techniques that we scarcely possess or even know how to discover. Cultural materialismത്തിന്റെ ടെക്നിക്കുകളുടെ ഒരു അഭാവം തന്നെയുണ്ട്. നമുക്ക് ഇപ്പോഴും അറിയില്ല എന്തൊക്കെ ടെക്നിക്സ് ആണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത്. നമ്മളത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. These techniques lie in the provinces of history and other social sciences. അത് ചിലത് ഹിസ്റ്ററിയിലായിരിക്കും, ചിലത് സോഷ്യോളജിയിൽ നിന്ന് എടുക്കേണ്ടി വരും, ചിലത് ആന്ത്രോപോളജിയിൽ നിന്ന് എടുക്കേണ്ടി. പലയിടത്തുനിന്നും നമുക്ക് ഈ ടെക്നിക്സ് എടുത്തെങ്കിൽ മാത്രമേ കൾച്ചറൽ മെറ്റീരിയലിസ്റ്റിക് റീഡിംഗ് പോസിബിൾ ആവും. This prospect is challenging. Cultural materialism seeks an erosion of the boundaries of discipline and thereby detach the power of truth from the forms of hegemony. അതായത് കൾച്ചറൽ മെറ്റീരിയലിസം എന്താണ്? ഒരു ഡിസിപ്ലിൻ, ഇപ്പൊ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒക്കെ ഇംഗ്ലീഷ് കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അവിടെ നമ്മൾ ഹിസ്റ്ററി പറയണ്ട, എക്കണോമിക്സ് പറയണ്ട, പൊളിറ്റിക്സ് പറയണ്ട, സയൻസ് പറയണ്ട എന്നൊക്കെ പറയുന്നില്ല. ആ ബൗണ്ടറീസിനെ ബ്രേക്ക് ചെയ്യാനാണ് ആര് ശ്രമിക്കുന്നത്? കൾച്ചറൽ മെറ്റീരിയലിസ്റ്റുകളും ന്യൂ ഹിസ്റ്റോറിസ്റ്റുകളും. നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയും. ആ അപ്രോച്ചാണ് ഇവരുടെ ഫോക്കസ്. ആൻഡ് thereby detach the power of truth from the forms of hegemony, social, economic and cultural, and to constitute a new politics of truth. അതായത് സയൻസ് പൊളിറ്റിക്സിന്റെ ട്രൂത്ത് ഇതാണ്, ഇംഗ്ലീഷിന്റെ ട്രൂത്ത് ഇതാണ്, അങ്ങനെ പറഞ്ഞല്ല. ട്രൂത്ത് എന്ന് പറയുന്ന ഒരു കോമൺ എൻറ്റിറ്റി ആക്കി മാറ്റി എന്നുള്ളതാണ്. A cultural history must address not only text but the institutions and formations that organize and are organized by textualities, inscribing in and through them the contest of ideologies and subjectivities. ഒരു ടെക്സ്റ്റ് മാത്രം പഠിച്ചാൽ പോരാ. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഫാമിലി പോലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, മാരേജ് പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, കിൻഷിപ്പ് പോലുള്ള, അങ്ങനെ പല പല ഫോർമേഷൻസിനെ കുറിച്ചും എല്ലാം നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ നമ്മൾ ഹാംലെറ്റ് പഠിക്കുമ്പോഴത്തേനും ഹാംലെറ്റിൽ എങ്ങനെയാണ് മാരേജ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിൽക്കുന്ന ഒരു കിങ്ങിന്റെ അധികാരം എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത്, അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അതിനകത്തുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പം വരുന്നത്. ഇത് നിങ്ങൾ ഇംപ്രവൈസേഷൻ ഓഫ് പവർ പഠിക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഇത് പറഞ്ഞു തരുന്നു. Inscribing in and through them the contest of ideologies and subjectivities. Catherine Belsey calls for a cultural history as a story of conflicting interests of heroic refusals of textual uncertainties. Catherine Belseyക്ക് വേണ്ടത് ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ്? കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ്. അതായത് ഒരു വിഭാഗക്കാർ ഒരു കാര്യം പറയും, വേറെ വിഭാഗക്കാർ അത് പറ്റില്ല എന്നാണ്. ഇങ്ങനെ കൊലയെ സമ്മതിക്കും, ചിലത് നടക്കില്ല, അതിന് വേണ്ടി യുദ്ധം നടക്കും. അങ്ങനെ ഒരു കൾച്ചറൽ ഹിസ്റ്ററിയാണ് കാതറിൻ ബെൽസി കാണുന്നുള്ളൂ. She wants to see culture as itself a place where norms are specified and contested. എല്ലാ നോംസും സ്പെസിഫൈ ചെയ്യുന്ന റൂൾസ് സെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ നിന്നിട്ടാണ് കൾച്ചറൽ ഹിസ്റ്ററിയെ കുറിച്ച് സംസാരിക്കാൻ കാതറിൻ ബെൽസി ആഗ്രഹിക്കുന്നത്. The text is always a site of cultural conflict but never a self-sufficient site. ടെക്സ്റ്റിനകത്ത് കൾച്ചറൽ കോൺഫ്ലിക്റ്റ് കാണാം, പലതരം വോയിസസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ അതൊരു സെൽഫ് സഫിഷ്യന്റ് സൈറ്റ് അല്ല. ടെക്സ്റ്റിന്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് എല്ലാത്തിനുമുള്ള ഈ കോൺടെക്സ്റ്റിന്റെ കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. English has contributed to the operation of outgroups, lower class, women, student, black, queer, etc. Outgroups, lower class, women, students, black, queer. അവരൊക്കെ എപ്പോഴും പ്രസ് ചെയ്യുന്നുണ്ട്. English studies formal properties in detachment by effacing differences between readers and thereby absolutize the reading position of the teacher. അതായത് ഇപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ലോവർ ക്ലാസ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, സ്റ്റുഡന്റ് ഉണ്ട്, വിമൺ ഉണ്ട്, പുവർ ഉണ്ട്.
ക്യൂർ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ ഇത്രയും ആളുകൾ ഇരിക്കുന്ന ഒരു ക്ലാസ് റൂമിൽ ടീച്ചറിന് എന്താണോ, ടീച്ചറിന്റെ പൊസിഷൻ എന്താണോ അത് മാത്രമേ ഒരു ക്ലാസ് റൂമിലേക്ക് പലപ്പോഴും കൺവേ ചെയ്യപ്പെടുന്നത്. അപ്പൊ ആ ടീച്ചർ മെയിൽ ആണെന്നുണ്ടെങ്കിൽ, ഒരു വൈറ്റ് മെയിൽ ആണെന്നുണ്ടെങ്കിൽ, വൈറ്റ് ബൈസെക്ഷൽ മെയിൽ ആണ് എന്നുണ്ടെന്ന്, അപ്പർ ക്ലാസ് മെയിൽ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഗ്രൂപ്പിനെ ഒന്നും മനസ്സിലാക്കി ആ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് അഡ്രസ് ചെയ്യാനായിട്ട് ഒരിക്കലും ആ ടീച്ചർക്ക് സാധിക്കില്ല. പക്ഷെ ക്ലാസ് റൂമിൽ ഇത്തരം സൈറ്റ്, അതായത് അത് ടെക്സ്റ്റ് പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയമാണ്, അത് ടെക്സ്റ്റിന് പുറത്ത് കിടക്കുന്ന ഒരു കാര്യമാണ്, അത് അഡ്രസ് ചെയ്യാൻ പലപ്പോഴും സാധിക്കാത്തത്. Cultural materialists argue for a break with English. Anyone can be coached to internalize and reproduce an appropriate English response, but that must be at the expense of the person that they thought they were. ആർക്ക് വേണമെങ്കിലും ഒരു ഇംഗ്ലീഷ് റെസ്പോൺസ് പഠിപ്പിക്കാൻ പറ്റും. അതായത് എന്താണ്, ഒരു ടെക്സ്റ്റ് എടുക്കുന്നു, ടെക്സ്റ്റിന്റെ തീം ഇതാണ്, അതിന്റെ സ്ട്രക്ചർ ഇതാണ്, റൈം സ്കീം ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആർക്കും പറ്റും. പക്ഷേ ഇത് ആരുടെ ചെലവിലാണ് നമ്മളിത് പറയുന്നത് എന്നുള്ളതാണ്. At the expense of the person that they thought they were. ഇപ്പോൾ ഒരു ടീച്ചർ പറയുമ്പോൾ the teacher should always have in his mind that he is communicating to a group of comprising of blacks, women, pure, a lower class. ഈ ഒരു അവബോധത്തോടു കൂടെ ടീച്ചറിനെ പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അറ്റ് ഫോൾട്ട്. അത് നമ്മൾ തിരുത്തി എഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഇവര് പറയുന്നത്. ക്ലിയർ ആയിരുന്നു? അപ്പൊ ഇത്രയാണ്. അപ്പൊ കാതറിൻ ബെൽസിയുടെ എന്താണ് ക്രിറ്റിസിസംസ് എന്തൊക്കെയാണ്, അവർ 3 പോയിന്റ്സ് അത് പറയുക. പിന്നെ ഇവര് നിങ്ങൾ ഇതിനകത്ത് പഠിക്കേണ്ടത് ഇംഗ്ലീഷ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. പിന്നെ SP മൊഹന്തിയുടെ ആ ഒരു കാര്യം, പിന്നെ ഫൂക്കോയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഡീവിയൻസും അവരും, പിന്നെ റെപ്രസെന്റേഷൻ. ചില ആർഗ്യുമെന്റ്സ് റെപ്രസെന്റേഷനിലാണ്. റെപ്രസെന്റേഷൻ എന്താണ്, പവറിന്റെ ഒരു ടൂളാണ്. അത് റെപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദരണ ക്രിയേറ്റ് ചെയ്യുന്നു, ആദരണ ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. പക്ഷേ അതേപടി അങ്ങനെ പഠിക്കുന്നത് നടക്കത്തില്ല. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ക്വസ്റ്റ്യൻസ് വെച്ച് തരാം. അപ്പൊ അത് അത് നോക്കിയിട്ട് ഉത്തരങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങളൊക്കെ പഠിച്ച് പോയാൽ ഓക്കെ. ഇപ്പൊ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മിസ്സിന് പേഴ്സണലി ഒന്ന് വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. മിസ്സൊക്കെ പറഞ്ഞു. ഓക്കെ, താങ്ക് യു.